നമസ്കാരം. മണ്ഡലമാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. മണ്ഡലമാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങൾ, അയ്യപ്പസ്വാമി നിങ്ങൾക്ക് നൽകുന്നതായ സൗഭാഗ്യങ്ങൾ എല്ലാം വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ അറിയാം. ഏവരും ഇവിടെ തന്നിരിക്കുന്നതായ അയ്യപ്പസ്വാമിയുടെ 2 ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും അയ്യപ്പസ്വാമിയെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും സ്വാമിയെ ശരണമയ്യപ്പ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മാർത്ഥത മുൻനിർത്തി പല കാര്യങ്ങളെയും സമീപിക്കുവാൻ സാധിക്കുകയും അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ജീവിതത്തിൽ അനുഭവങ്ങൾ കൂടുതലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ജീവിതാനുഭവം കൂടുതലുള്ളവരാകുന്നു. അതിനാൽ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ അനുഭവം നിങ്ങൾക്ക് തുണയായി മാറും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഏത് കാര്യത്തിലും ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോകുവാൻ, ആത്മാർത്ഥത പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലവിധ തിരിച്ചടികൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ അതെല്ലാം പുഞ്ചിരിയോടെ നേരിടുവാൻ, ആത്മവിശ്വാസത്തോടെ തന്നെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ഏത് കാര്യത്തെക്കുറിച്ചും വ്യക്തമായി തന്നെ ചിന്തിക്കുവാനും അത് എപ്രകാരം തനിക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന വ്യക്തമായ ചിന്ത, ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനാൽ തന്നെ ഏത് കാര്യവും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. സ്വന്തമായി ഏത് കാര്യം ചെയ്യുവാനും താല്പര്യപ്പെടുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചടിയാകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ചിന്തിച്ച് ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉള്ളതിനാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സംയോജിതമായി തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേരിടുവാൻ സാധിക്കും. അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാകുന്നു. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും വളരെ ഇഷ്ടത്തോടെ പെരുമാറുന്ന നിങ്ങൾക്ക് ഇവരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് പിന്തുണ ലഭിക്കുക, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അനുകൂലമായ സമീപനം ഇവരുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാകുന്നു. ഉയർച്ച ജീവിതത്തിൽ വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ജീവിതത്തിൽ നടത്തുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത് പരാജയപ്പെട്ടു പോകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഉയർച്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിന് സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. തടസ്സങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു എങ്കിൽ പോലും അതെല്ലാം മാറുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. തടസ്സങ്ങളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോവുകയും അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏത് കാര്യത്തിലും സ്ഥിരത കൈവരുന്നത് അനിവാര്യം തന്നെയാകുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. സ്ഥിരതയോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാണ് വന്നു ചേരുക. ധൈര്യം, ആത്മവിശ്വാസം, ആത്മബലം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലും പിന്നീട് ചെയ്യാം എന്ന രീതി അല്ലെങ്കിൽ അല്പം ആലസ്യം ഉള്ളവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് പലവിധ നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരുക. അതിനാൽ
അപ്പോൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ അപ്പോൾ ചെയ്യണം എന്ന കാര്യം, അപ്പോൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ആ സമയത്ത് തന്നെ ചെയ്യുവാൻ നിങ്ങൾക്ക് തോന്നുന്നതാണ്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് ജീവിതത്തിൽ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ കാര്യവിജയങ്ങൾ, ഉദ്ദിഷ്ടകാര്യസിദ്ധി പ്രതീക്ഷിക്കാവുന്നതാണ്. പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പല കാര്യങ്ങളിലും തിരിച്ചടി ആദ്യം നേരിട്ടാൽ പോലും പിന്നീട് വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ഒപ്പമിരുന്ന് ചതിക്കുന്ന ചില വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. ഇപ്പോൾ മനസ്സിലുള്ള ദുഃഖങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ തന്നെ വന്നു ചേരും. ഭഗവാനെ ആരാധിച്ച് നിത്യവും നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. കഠിനാധ്വാനികളാണ് നിങ്ങൾ. കഠിനാധ്വാനത്തോടെ പല കാര്യങ്ങളെയും സമീപിക്കുകയും അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. നിരീക്ഷണ ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ. അത് പല അവസരങ്ങളിലും നിങ്ങൾ പ്രകടമാക്കുന്നതുമാണ്. എന്നാൽ പലപ്പോഴും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ശരിയായ രീതിയിൽ നിരീക്ഷണ ബുദ്ധിയോടെ പ്രവർത്തിക്കാനും നേട്ടങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും ഇവർക്ക് സാധിച്ചു എന്ന് വരാം. നിഷ്കളങ്കരായ വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ ചതിക്കുന്നു എന്നത് വാസ്തവമാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും വിഷമസന്ധി നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്നതാണ് വാസ്തവം. മറ്റുള്ളവരെ പലപ്പോഴും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. എന്നാൽ പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു. നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. തന്മൂലം നിങ്ങൾക്ക് ദുഃഖങ്ങളും വിഷമങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അതിലൊരു മാറ്റം പെട്ടെന്ന് തന്നെ സംഭവിക്കണം എന്നില്ല. അതിനാൽ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കി തരണം ചെയ്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഈ സമയം അനിവാര്യം തന്നെയാകുന്നു. പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് തുടരാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈശ്വര വിശ്വാസികൾ തന്നെയാണ് നിങ്ങൾ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. അതിനാൽ ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. എപ്പോഴും കഠിനാധ്വാനത്തോടെ പ്രതിസന്ധികളെ നേരിടുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. മറ്റുള്ളവരോട് സ്നേഹം, ദയ എപ്പോഴും പ്രകടിപ്പിക്കുകയും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നൽകുന്നവരുമാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും ഇത്തരത്തിൽ അനുകൂലമായ സമീപനങ്ങൾ ഉണ്ടായി എന്ന് വരുന്നതുമല്ല. ശാന്തരും വിശ്വസ്തരുമാണ് നിങ്ങൾ. പലപ്പോഴും പല വ്യക്തികളും നിങ്ങളെ വിശ്വസ്തരായി തന്നെ കണക്കാക്കി മുന്നോട്ട് പോകുന്നതുമാണ്. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തുന്നവരാകുന്നു. എന്നാൽ ചില തർക്കങ്ങൾ നിങ്ങൾക്കിടയിൽ രൂപപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ, പരാധീനതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ഒരു പരിധിവരെ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പുതിയ അവസരങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാകുന്നു. പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കൊണ്ടുവരും എന്ന കാര്യവും ഓർക്കുക. ജീവിതത്തിൽ പല കാരണങ്ങളുമായി ബന്ധപ്പെട്ട് സൗഖ്യം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ തന്നെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ അത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ഓർക്കുക.
ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. അപ്രതീക്ഷിതമായി തന്നെ ധനപരമായ നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വലിയൊരു അവസരം നിങ്ങൾക്ക് വന്നു ചേരും. പ്രതീക്ഷിക്കാതെ തന്നെ വാതിൽ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ അത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. ശരിയായ രീതിയിൽ തന്നെ അവസരങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. ശരിയായ രീതിയിൽ അവസരങ്ങൾ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈ സമയം നിങ്ങളിലുള്ള പല കാര്യങ്ങളും, പല വിഷമങ്ങളും അത് തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.